നമ്മളുടെ നാട്ടിലെ നഴ്സസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 13 to 14 hours കണ്ടിന്യൂസ് ഷിഫ്റ്റ്സ് അവർ എടുക്കുന്നുണ്ട്. അതിനുള്ള റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് മേ ബി ഒരു 20,000 ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരാളുകൾക്ക് മേ ബി ഒരു 20-25 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും സാലറി വരുന്നുണ്ടാവുക. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെസ്മ ഇൻ്റർനാഷണലിന് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അത് ആദ്യം തന്നെ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളുടെ നാട്ടിലെ നഴ്സസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 13-14 hours കണ്ടിന്യൂസ് ഷിഫ്റ്റ്സ് അവർ എടുക്കുന്നുണ്ട്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബ് ചെയ്തിട്ട് പോലും അതിനുള്ള റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പലരെയും ഈ ഒരു പ്രൊസീജിയറിൻ്റെ എക്സ്പെൻസ് ഇത്രയും ആയതുകൊണ്ട് 8.5 lakh INR ആയതുകൊണ്ട് തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലത്തെ നഴ്സസിനെയാണ്. അവർക്ക് മേ ബി ഒരു 20,000 ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് മേ ബി ഒരു 20-25 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും സാലറി വരുന്നുണ്ടാവുക. ഈ ഒരു പാക്കേജിൽ നിന്നിട്ട് ഈ 8.5 lakh അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആനുവൽ ഇൻകം വരെ ഇതിൻ്റെ ഒരു എന്താ പറയുക 1/4 പോർഷൻ പോലും ആവുന്നില്ല. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ 8 to 8.5 lakhs എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് അല്ല. രജിസ്ട്രേഷൻ എക്സാമിനേഷന് ആകെ കുറച്ച് എമൗണ്ടേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിനിപ്പം ഗവൺമെൻറ് ഫീസ് ഉണ്ടാവും, എക്സാം ഫീസ് ഉണ്ട്, കോച്ചിങ് വരുന്നുണ്ട്. നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻക്ലെക്സിൻ്റെ കോച്ചിങ്, ഓസ്കിയുടെ കോച്ചിങ്. സോ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓസ്ട്രേലിയക്ക് പോകുന്ന ടിക്കറ്റ് ചാർജ് വരെ നമ്മൾ ആഡ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ടാണ്. ഇതെല്ലാം കാൻഡിഡേറ്റ്സ് ഡയറക്റ്റ് പേ ചെയ്യേണ്ട എമൗണ്ടാണ്. ഇപ്പം നാട്ടിലൊരു നഴ്സിന് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഫാക്ട് തന്നെയാണ്. കാരണം അവരുടെ സാലറി എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 25 ഒക്കെ ഉള്ളൂ. ഇവർക്ക് റീസെൻ്റ്ലി കുറേ സമരം കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നാട്ടിലെ നഴ്സസിന്, നമ്മുടെ കേരളത്തിലുള്ള കാര്യം ഞാൻ പറയണേ, ഈ ഒരു 20ലേക്ക് എത്താൻ സാധിച്ചത്. ഇനിയും അവർക്ക് സാലറി കൂടണമെങ്കിൽ ഇതുപോലെ ഇനിയും സ്ട്രൈക്കുകൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റേജിൽ പേയ്മെൻറ്റ് ചെയ്ത് കുറച്ചായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻക്ലെക്സാറിന് എക്സാമിലേക്ക് കടക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് ആയി അവർ കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സ്റ്റേജ് തുടങ്ങിയാൽ മതി. ഡെസ്മ ഇതിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാൻഡിഡേറ്റ് വരുമ്പോഴേക്കും നമ്മളൊരു ക്ലിയർ ബ്രേക്ക് ഡൗൺ അവർക്ക് കൊടുക്കും. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള എല്ലാ ഗൈഡൻസും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മിനി ഹാൻഡ് ബുക്ക്. അതെ, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അറിയേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മാത്രമല്ല നമ്മുടെ ഇനിഷ്യൽ ഫ്രീ കൺസൾട്ടേഷനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ കൗൺസിലേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നഴ്സസിന് മനസ്സിലാവും ഒറ്റ സ്ട്രെച്ചിൽ ഈ ഒരു എമൗണ്ട് വേണ്ട. എൻക്ലെക്സിന് 10 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 വർഷം എന്തായാലും ആരും വെയിറ്റ് ചെയ്യില്ലല്ലോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എക്സാം എഴുതുക, ഹോൾഡ് ചെയ്ത് വെക്കുക, കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ കൊടുക്കുന്ന സമയത്ത് അവർക്കതൊന്ന് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർക്ക് മാനേജ് ചെയ്തിട്ട് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പലയിടത്തും നമ്മൾ കണ്ടേക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു 4.5 lakh to 6 lakh ആവും, അല്ലെങ്കിൽ 7 to 8 ആവും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്രയും എമൗണ്ട് അല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇനീഷ്യൽ സ്റ്റേജിലിരിക്കുക. ഇപ്പം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തൊരു മിഡ് ആകുമ്പോഴായിരിക്കും ഇവർക്ക് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ ഇപ്പോൾ 4 lakh പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 5.5 lakh സ്പെൻഡ് ആയല്ലോ എന്ന്. അപ്പോൾ അതും ഒരു എന്താ പറയുക ഈ പ്രൊസീജിയറിനെ കോംപ്ലെക്സ് ആക്കുന്ന വേറൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഇപ്പം 8.5 lakh INR നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ എത്ര ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആ റിയാലിറ്റി അറിയാം. ഓക്കെ 8.5 lakh ആവുന്നുണ്ട് മൊത്തം പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. സോ ഞാനതെൻ്റെ കയ്യിൽ കരുതി വെക്കണം എന്നുള്ളത് അവർ തന്നെ അവെയർ ആണ്. പക്ഷേ പലയിടത്തും മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു എൻക്വയറി കോൾ വരുമ്പം ഡെസ്മ പോലുള്ള പല കൺസൾട്ടൻസീസിൽ ഇവർ പോയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ 8.5 lakh എന്ന് പറയുമ്പം കോസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലെത്തുമ്പോൾ അവർ പറയുന്നത് ഓക്കെ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻസിന്ന് പറഞ്ഞത് 4 lakh ആവുന്നതാണല്ലോ, ഇപ്പുറത്തുനിന്ന് പറഞ്ഞത് 3.5 lakh ആണല്ലോ വിത്ത് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ
വെച്ച് നോക്കുമ്പോൾ ഇത്ര ടൈമേ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമ്മൾ കാണാറുണ്ട്. അതെ, ഈ ഒരു എമൗണ്ടും നമ്മുടെ എമൗണ്ടുമായിട്ട് മാച്ച് ആവാണ്ട് ഡയറക്റ്റ് വന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അവരാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വന്നിട്ട് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാൻഡിഡേറ്റ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഈവൻ ഇപ്പം അക്കോമഡേഷൻ്റെ കേസ് തന്നെ നോക്കുവാണെങ്കിലും കൗൺസിൽ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഓക്കെ അതൊക്കെ ആ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞ് വരെ ക്യാൻവാസ് ചെയ്യുന്ന ആളുകളുണ്ട്. 8.5 ലാക്സ് ടോട്ടൽ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷറിന് തന്നെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അത്യാവശ്യം 4 to 5 ലാക്സ് വരുന്നുണ്ട്. പെനാൽറ്റി ഒന്നും കൂടാത്ത എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു 2 മാസത്തെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷന് മുടക്കിയ എമൗണ്ട് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ നാട്ടിൽ നമ്മളൊരു 20,000 25,000 ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു റെക്കഗ്നേഷനും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഭേദം എന്ന് പറയുന്നത് ഒരു ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ 8.5 ലാക്ക് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ ഓസ്ട്രേലിയ പോലൊരു കൺട്രിയിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിട്ടുണ്ടാകും. പിന്നെ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ സർവീസ് ചാർജ് തന്നെ നമ്മൾ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരുമിച്ച് തന്നെ വാങ്ങിക്കാറില്ല. നമ്മുടെ എമൗണ്ട് പല സ്റ്റേജസ് ആയിട്ടാണ് കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. ഏതെങ്കിലും ഫെസ്റ്റിവൽ വരുന്ന സീസൺ ആണെങ്കിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസ് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കുറേ കാൻഡിഡേറ്റ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷേഴ്സിനെ അഫോർഡ് ചെയ്യാൻ എപ്പോഴും പറ്റാറില്ല എന്നുള്ള കാര്യം തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് നോക്കുവാണെങ്കിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ആയതുകൊണ്ടും ഈ പറയുന്ന നാട്ടിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്രഷർ നഴ്സസ് തന്നെയായിരുന്നു ആ സമയത്ത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പേയ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കാൻഡിഡേറ്റിന് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ കുറേ കൗൺസിലേഴ്സ് ആണെങ്കിലും എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ടാണ് ഉള്ളത്, അവർക്ക് ഉടനെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് പ്ലാൻ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെസ്മ ഇൻ്റർനാഷണലിന് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അത് ആദ്യം തന്നെ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലാസ്റ്റ് ഡേ എനിക്കൊരു കാൻഡിഡേറ്റിനെ കിട്ടിയത്, അപ്പം വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളി എനിക്കൊരു എക്സൽ അയച്ചു തന്നു. എക്സൽ അയച്ചു തന്നിട്ട് നമ്മളിപ്പം മറ്റേ ഫോം ഫില്ല് ചെയ്യില്ലേ, ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഒരുപാട് സെക്ഷൻ കൊടുത്തേക്കോട്ടെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വായിച്ച് വരുമ്പം അതിൻ്റെ അവസാനം ഹിഡൻ കോസ്റ്റ് എന്നിട്ട് അതിൻ്റെ INR എത്രയാണ്, യൂറോയിൽ എത്രയാണെന്ന് ചോദിച്ചേക്കുക. അപ്പം എനിക്ക് അത് കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായി ഓക്കെ പലയിടത്തും ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അവസാനം വരുമ്പം ഇന്നൊരു സർവീസിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ അന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, അതിൻ്റെ എമൗണ്ടും കൂടെ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിൽ വരും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതെ, അതുകൊണ്ട് തന്നെയാണ് കാൻഡിഡേറ്റ് ഡെസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ കോസ്റ്റ് ഉണ്ടോ, ഈ ഒരു സർവീസ് ചാർജ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. പലരും ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ഇതിനകത്ത് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അറ്റസ്റ്റേഷൻ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരാറില്ല.